ആറ്റുകാൽ പൊങ്കാല വർഷങ്ങളോളം നമ്മൾ ഇടുന്നുണ്ട്. പക്ഷേ അതിൽ ഓൾഡ് ജനറേഷൻ ന്യൂ ജനറേഷൻ ഉണ്ട്. ഇപ്പോൾ സിനിമയിലൊക്കെ ന്യൂ ജനറേഷൻ സിനിമകൾ എന്ന് പറയുന്ന പോലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ന്യൂ ജനറേഷനിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. നമ്മുടെ ന്യൂ ജനറേഷൻ നായിക ഇനിയിൽ നിന്ന്. ഇനി ഹായ്. ഞാൻ ന്യൂ ജനറേഷൻ ആണെങ്കിലും വളരെയധികം ട്രഡീഷണൽ ആണ്. അതെ, ഒരു വ്രതമൊക്കെ എടുത്തിട്ട് പക്ക വ്രതമൊക്കെ എടുത്തതിന് ശേഷമാണ്. എത്ര ദിവസം വ്രതമുണ്ട്? വ്രതം ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളിങ്ങനെ പല സ്റ്റേറ്റിൽ മാറി മാറി ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. കാരണം ഇത്തവണ വന്നിട്ട് ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനാണ്. ഇപ്പം ഞാൻ ഭരത്തിൻ്റെ തമിഴ് മൂവിയായ ഹൊറർ ഫിലിം പൊട്ട് എന്ന് പറഞ്ഞിട്ട് ഹീറോയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ്ങിലായിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ലൊക്കേഷൻ ചേഞ്ച് വന്നു. അപ്പോൾ ആ ലൊക്കേഷൻ കിട്ടാത്തത് കാരണം ഷൂട്ടിംഗ് അടുത്ത മാസത്തേക്ക് പോസ്റ്റ്പോൺ ആയി. അപ്പോൾ ആ സമയം എനിക്ക് പെട്ടെന്നാണ് ബ്രേക്ക് കിട്ടിയത്. അപ്പോൾ ഒരു 2-3 ഡേയ്സാണ് സഡൻ ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ചെയ്തത് പൊങ്കാലിടാനായിട്ട്. നോർമലി വീട്ടിൽ മുറ്റത്തോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള അമ്പലത്തിലോ എല്ലാവരും ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാവരും ചേർന്നാണ് ഇടാറുള്ളത്. അപ്പോൾ ഇത്തവണ TT ഉഷ ആൻറ്റി ഹെൽപ്പ് ചെയ്തത് കാരണം ആ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി. മാത്രമല്ല ദേവിയുടെ നടയിൽ തന്നെ ഇടാൻ ഇത്തവണ ഭാഗ്യം. ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിനകത്ത് അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് ഇടുന്നത്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അമ്മ എല്ലാ വർഷവും കൂടെ ഉണ്ടാവും. ആരൊക്കെ വന്നിട്ടുണ്ട്? അമ്മയും ചേച്ചിയും ഞാനും. സോ എല്ലാ വർഷവും ഞങ്ങൾ ഒരുമിച്ചാണ് ഉണ്ടാവുക. ചെറിയ വയസ്സിലൊക്കെ അമ്മ ഇടുന്നത് നോക്കി ഇങ്ങനെ ഓരോന്ന് കണ്ടുപഠിക്കുമായിരുന്നു. ഇപ്പോൾ കുറേശ്ശെ നല്ല രീതിയിൽ പഠിച്ചു വരുന്നു പൊങ്കാലയിട്ട് വരാനായിട്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പൊട്ട് മൂവിക്കും. ഇനി മലയാളം അടുത്ത ഏതാണ്? മലയാളം ഡയറക്ടർ തുളസിദാസ് സാറിൻ്റെ ഗേൾസ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ റോസാപ്പൂക്കാലം അനിൽ കെ നായർ സാറിൻ്റെ 2 ചിത്രങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ തമിഴ്, തെലുങ്ക് ആൻഡ് കന്നഡ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും. പൊങ്കാലയ്ക്ക് ഏകദേശം സമയമായിക്കൊണ്ടിരിക്കുന്നു.